ഓക്കെ ഓക്കെ. ഹായ്. അപ്പൊ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് അനിയത്തിന്റെ കല്യാണം. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓവറോൾ? നല്ല അടിപൊളിയായിട്ട് പോയല്ല, വളരെ ചെറിയ പരിപാടിയായിരുന്നു. അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ള പരിപാടിയായിരുന്നു. എല്ലാം നല്ല വളരെ മനോഹരമായിരുന്നു. എങ്ങനെയാണ് ശരിക്കും ഇതൊരു ലളിതമായിട്ട് നിങ്ങളിങ്ങനെ ഇത് നടത്തണം എങ്ങനെ തീരുമാനിച്ചത്? അത് നമുക്ക് ഏറ്റവും അടുത്തറിയുന്നവരെന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ച് പേരെ വിളിച്ചാൽ ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടിയെല്ലാം നടത്തുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസപ്ഷൻ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. 3 പരിപാടികളുണ്ടായിരുന്നു. ഹൽദി, സംഗീതം, കല്യാണം. അങ്ങനെയൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാൻ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട പോലെ ഒരുങ്ങി. ദിയയ്ക്കൊക്കെ നമ്മളും അവിടെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമായിരുന്നു. പലപ്പോഴും അല്ലേ നമുക്ക് ആദ്യമെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഇത്രയും ഒരുങ്ങി പോകാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ, അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ്. എങ്ങനെയാണ് കോസ്റ്റ്യൂമൊക്കെ സെലക്ട്? ആരാണ് ഇതൊക്കെ സെലക്ട് ചെയ്തത്? നമ്മളൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ നമ്മുടെ ഇടയ്ക്ക് ഷൂട്ട്സ് എല്ലാം ചെയ്യുന്നതല്ലേ. അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ. അപ്പം എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. ഇല്ല, റിസപ്ഷനേ ഇല്ല, തീർന്നു. സദ്യ കഴിച്ച് പായസം കഴിച്ച് എല്ലാം പരിപാടി തീർന്നു. ഓക്കെ. ഇല്ല, അവിടെ മറിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ 1 മിനിറ്റ് അപ്പുറത്താണ്. അപ്പൊ മിസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് നോക്കാം. സിംഗിൾ ആയിട്ട് എനിക്കറിയില്ല, മറ്റേ ടിങ് ടിങ് സൗണ്ട് ഇടാനാണോ? ഓക്കെ, താങ്ക് യു. ചേച്ചി നല്ല ടെൻഷനായിരുന്നു. എല്ലാം നല്ലപോലെ നടന്നു. യശിൻ്റെ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഉണ്ട് വീട്ടിലിനി വിഷമമുണ്ട്. നമ്മൾക്ക് ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. ഞാനും സെയിം കഴിച്ചാനൊക്കെ ഒരേ ബെഡിലാണ് കിടക്കുന്നത്. അപ്പം അത് മിസ് ചെയ്യും ഞാൻ. അതെ, എല്ലാവരും പോയി. എല്ലാവരും താങ്ക് യു. ഇതെല്ലാം നമ്മുടെ എല്ലാ കോസ്റ്റ്യൂം ചെയ്ത് ഷാർക്കിനി ബൊട്ടീക്കാണ്. ചേച്ചിയുടെ എല്ലാവരുടെയും അമ്മയുടെയും ഒക്കെ നമ്മുടെ 3 ഡേയ്സിന് വിട്ട് സംഗീത് ഹൽദി എല്ലാം ശാന്തിനി ബ്രൈഡൽ ബൊട്ടീക്കൊക്കെയാണ്. എന്റേതാണ് അധികം പോവാത്തേന്ന് തോന്നുന്നു. ഈയിടെയൊക്കെ ഫുൾ സൗണ്ട് പോയി. എല്ലാവരും ഒരേപോലെ കോസ്റ്റ്യൂം ഒക്കെ നല്ല. അതെ, എല്ലാവരും ഒരേ സ്ഥലത്ത് കോസ്റ്റ്യൂം എടുത്താൽ സ്റ്റിച്ച് ചെയ്ത്. ഇതൊക്കെ ആരുടെ ഐഡിയ ആണ് ഈ കോസ്റ്റ്യൂമിൻ്റെ? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അവരുടേതായ ഐഡിയാസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഏകദേശം ഒരേപോലെ ഇരിക്കണം, എല്ലാവർക്കും അവരുടെ സ്റ്റൈലിൽ തന്നെ, പക്ഷേ ഒരേപോലെ ഇരിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്ത് കളർ തീമൊക്കെ വെച്ചിട്ട് എല്ലാവരും പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു ഇടേണ്ടത്. അങ്ങനെ ചെയ്തതാണ്. ഈ തീയൻ്റെ ഐഡിയ ആണോ എല്ലാവരും കല്യാണപ്പെണ്ണിനെ പോലെ തന്നെ വേണമെന്ന്? അങ്ങനെയൊന്നും ഇല്ല. ബ്രൈഡിൻ്റെ സിസ്റ്റർ ആയിട്ട് നമ്മളും അത്യാവശ്യം നല്ല പോലെ ഒരുങ്ങണമല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്തോ ഇല്ല, ഞാൻ പറഞ്ഞില്ല, അവൾ നമ്മുടെ തൊട്ടടുത്ത താമസിക്കുന്നത്. ലൈക്ക് 1 കിലോമീറ്റർ പോലും ഇല്ല. അവളെന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരും എന്നാണ് പറഞ്ഞത്. സോ എവിടെയും പോകുന്നില്ല, സെയിമാണ്. സെയിം ആയിരുന്നു. വലിയ പണ്ടത്തെ പോലെ വെച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിടുന്നില്ലല്ലോ. അവർ രണ്ടുപേരും ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതാണ് രാത്രി നമ്മൾ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. അത് മാത്രം മിസ് ചെയ്യുന്നതല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. എനിവേസ് ഐ ആം ഹാപ്പി ഫോർ ഹർ. അശ്വനായാലും നല്ല ആളാണ്. ബോത്ത് ഹാപ്പിലി മാരീഡ്. വിഷിംഗ് ദം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. പേര് ഇഷാൻ. ഒന്ന് പോയിട്ട് ഫോട്ടോ ആണോ? ജസ്റ്റ് ഒന്ന് നടന്ന് അത്രയൊക്കെ വേണം. നടന്നാൽ മതി. ജസ്റ്റ് അവിടെ നിന്ന് വാക്ക് ചെയ്തത്. ഓക്കെ, നടന്നു. ഇച്ചിരി പേക്കൂടെ
ഊസി അല്ലാതെ വാങ്ങിച്ചത്. ഞാൻ വ്ളോഗ് ഇട്ടായിരുന്നു യൂട്യൂബിൽ, അത് കണ്ടാൽ മനസ്സിലായി. അല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബ്ലോഗിലേക്ക് ആയിരിക്കും വരുത്തല്ലേ? അതെ, വ്ളോഗ് ഇനി വ്ളോഗ്സ് വരും എന്തായാലും. നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു, എഡിങ് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇടും. സോ അപ്പോൾ എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റും. പാർട്ടി ഉണ്ടോ? ഇനി ഈവനിങ് പാർട്ടി ഇല്ല, പാർട്ടികളെല്ലാം ഉള്ളത് കഴിഞ്ഞു, ഹൽദി ചടങ്ങെല്ലാം കഴിഞ്ഞായിരുന്നു, എല്ലാം കഴിഞ്ഞായിരുന്നു. അതിൻ്റെയൊക്കെ സംഭവങ്ങൾ ഇനി വരും. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. ഓക്കെ മഴ അപ്പോൾ ഓക്കെ താങ്ക് യു.